നമസ്കാരം. കല്യാണിയെ ആറ്റിലെറിഞ്ഞു കൊന്നതെന്തിന്? കേരളം കേട്ട മറ്റൊരു ഞെട്ടിക്കുന്ന കൊലപാതകം. എറണാകുളം ആലുവയിൽ 4 വയസ്സുകാരി കല്യാണിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം. എന്തിനായിരുന്നു ആ പൊന്നോമന കുഞ്ഞിനെ ആറ്റിലെറിഞ്ഞ് കൊന്നത്? എറണാകുളത്ത് ആലുവയിൽ 4 വയസ്സുകാരി കല്യാണിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ വളരെ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യവെയാണ് 4 വയസ്സുകാരി കല്യാണിയെ കാണാതായതെന്നായിരുന്നു ആദ്യം കേരളം അറിഞ്ഞത്. അന്നവിടെ പുഴയിലും പാലത്തിന് സമീപത്തുമൊക്കെ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അമ്മയുടെ ആദ്യ മൊഴിയിൽ ആലുവ ഭാഗത്ത് വെച്ച് കുട്ടിയെ കാണാതായി എന്നാണ് പറഞ്ഞിരുന്നത്. അമ്മ നൽകിയ മൊഴി അനുസരിച്ച് 18-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മറ്റക്കുഴിയിലെ അങ്കണവാടിയിൽ നിന്ന് കല്യാണിയെ വിളിച്ചതിനു ശേഷം തിരുവാങ്കുളത്തുകൂടി ആലുവയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തിരുവാങ്കുളത്തുകൂടി കുട്ടിയുമായി അമ്മ പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു. അതേസമയം കുഞ്ഞുമായി അമ്മ മൂഴിക്കുളത്ത് ഏഞ്ചൽ എന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയതായി പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ബസ്സിൽ നിന്ന് ഇരുവരും ഇറങ്ങി പുഴയരികിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. ആലുവയിലെ DYSP നൽകിയ വിവരമനുസരിച്ചാണെങ്കിൽ ആ അമ്മ കുട്ടിയുമായി പുഴയരികിൽ വരെ എത്തുന്നതുണ്ട്. പിന്നീട് മാള ആലുവ റൂട്ടിൽ മൂഴിക്കുളത്ത് ബസ്സിറങ്ങിയ ശേഷം പുഴയുടെ ഭാഗത്തേക്ക് നടന്നുവെന്നാണ് അമ്മയുടെ ഒടുവിലത്തെ മൊഴി. കുട്ടിയെ പുഴയിൽ ഉപേക്ഷിച്ച ശേഷം കുറുമശ്ശേരിയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോയി എന്നും അവർ പോലീസിനോട് പറയുന്നുണ്ട്. തൻ്റെ വാഹനത്തിൽ കയറുമ്പോൾ കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ സ്ഥിരീകരിച്ചത് കേസിൽ നിർണായകമായി. ബന്ധുക്കൾ നൽകിയ വിവരമനുസരിച്ച് അമ്മ വൈകുന്നേരം 7 മണിയോടെ വീട്ടിലെത്തിയെങ്കിലും കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാൽ കുട്ടിയെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇവിടെ നിന്നാണ് അമ്മ കുട്ടിയെ കൊണ്ടുപോയത്. ഇരുവരെയും തിരുവാങ്കുളം വരെ എത്തിച്ചത് ഓട്ടോയിലാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ അന്ന് അമ്മയുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് കുട്ടിയെ തേടിയുള്ള അന്വേഷണത്തിൽ വെല്ലുവിളിയായത്. 4 വയസ്സുകാരി മകളെ പുഴയിലെറിഞ്ഞു കൊന്നതിൽ ആ അമ്മയ്ക്ക് കുറ്റബോധമോ സങ്കടമോ ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലിരിക്കവേ പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം സന്ധ്യ സുഖമായി സ്റ്റേഷനിൽ കടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇന്നലെയായിരുന്നു കല്യാണിയുടെ സംസ്കാരം നടന്നത്. തിരുവാങ്കുളത്തെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പൊതുശ്മശാനത്തിൽ കല്യാണിയുടെ ചേതനേറ്റ ശരീരം സംസ്കരിച്ചു. നിരവധി പേരാണ് തിരുവാങ്കുളത്തെ വീട്ടിൽ കല്യാണിയുടെ ഈ ചേതനേറ്റ ശരീരം അവസാനമായി ഒന്ന് കാണാൻ എത്തിച്ചേർന്നത്. കല്യാണിയുടെ വേർപാട് നാടിനും തീരാവേദനയായി മാറി. LKG ക്ലാസ്സിലേക്ക് പ്രവേശനമെടുത്ത കല്യാണിയുടെ ചിരിക്കുന്ന മുഖമാണ് അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും. കല്യാണിയെ അന്വേഷിച്ച് എല്ലാവരും ഈ മറ്റക്കുഴി കീഴ്പള്ളിയിലെ വീട്ടിലേക്കെത്തി. സഹോദരൻ കാശിനാഥും ഇതേ സ്കൂളിലാണ് പഠിച്ചത്. കാശിയെ വിളിക്കാൻ ബന്ധുക്കളെത്തുമ്പോൾ എന്നും കല്യാണിയും ഇവരോടൊപ്പം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ സ്കൂളിലെത്തും മുമ്പേ തന്നെ എല്ലാവർക്കും കല്യാണി പ്രിയങ്കരിയായി തീർന്നിരുന്നു. കഴിഞ്ഞ 8-നാണ് അച്ഛൻ സുഭാഷും കാശിയും കല്യാണിയുമായി എത്തി ഈ സ്കൂളിൽ പ്രവേശനം നേടിയത്. 6-ാം ക്ലാസ്സിലേക്ക് ജയിച്ച ചേട്ടൻ കാശി പഠിക്കുന്ന വെണ്ണിക്കുളം സെൻറ്റ് ജോർജ് സ്കൂളിൽ പഠിക്കാനായിരുന്നു കല്യാണിയുടെ ആഗ്രഹവും. എന്നാൽ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാതെ ആ പൊന്നോമന അമ്മയുടെ രൂപത്തിലെത്തിയ മരണത്തിന് കീഴടങ്ങി. ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നത് എന്തിന്? ഇനിയുള്ള കാലത്തെ തൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി ഈ പെൺകുഞ്ഞു മാറുമെന്ന് സന്ധ്യ എന്ന ആ സ്ത്രീ ചിന്തിച്ചു കാണും. കല്യാണിയുടെ അമ്മയാണ് എങ്കിലും ഈ മനുഷ്യമൃഗത്തിനെ അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല. കുടുംബപരമായി പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാലും കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നുവെന്നതും ചില സംശയങ്ങൾക്ക് ഇട നൽകുന്നുമുണ്ട്. 4 വയസ്സുകാരിയെ അമ്മ സന്ധ്യ കൊലപ്പെടുത്തിയത് ഭർത്തൃകുടുംബം വിഷമിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് എന്ന് പോലീസിനോട് പറയുന്നുണ്ട്. അതായത് മകൾ കല്യാണിയെ ഭർത്തൃകുടുംബത്തിലെ എല്ലാവരും സ്നേഹിച്ചത് സന്ധ്യയ്ക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന്. കൂടാതെ ഇതിനിടയിൽ സുഭാഷ് അറിയാതെ സന്ധ്യയുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ സന്ധ്യ വാങ്ങിയിരുന്നു. തനിക്ക് വേണ്ടിയല്ല ഈ പണം വാങ്ങിയത് എന്ന് സുഭാഷ് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പണം
എന്തിന് സന്ധ്യ ചെലവഴിച്ചു എന്നും കണ്ടെത്താനായിട്ടില്ല. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സന്ധ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞതും. സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഉടൻ പോലീസ് കോടതിയെ സമീപിക്കും. കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുവാനുള്ള നീക്കം നടത്തുകയാണ് ഇപ്പോൾ പോലീസ്. പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. സന്ധ്യയുടെ ഇനിയുള്ള കുടുംബജീവിതത്തിന് ഇന്നത്തെ ഈ 4 വയസ്സുകാരി നാളെ ചുമക്കാൻ കഴിയാത്ത ഭാരമായി മാറുകയും തൻ്റെ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്ന ഭയപ്പാടിൽ കുഞ്ഞിനെ വകവരുത്തിയതാകാം എന്നും കരുതേണ്ടിയിരിക്കുന്നു. ഇനി മറ്റാർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല. പക്ഷേ വീട്ടിലെ പ്രശ്നങ്ങളാണോ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നറിയാൻ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്, കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുമ്പോഴും ആരുടെയെങ്കിലും പ്രേരണ ഇതിന് പിന്നിൽ ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കൂടാതെ സന്ധ്യ വാങ്ങിയ പണമുണ്ടല്ലോ, 1 ലക്ഷം രൂപ, അത് എന്ത് ചെയ്തു, അത് ആർക്ക് കൊടുത്തു, അതൊക്കെ അറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു വലിയ ദുരൂഹതയുണ്ട്. ആ സത്യം എത്രയും പെട്ടെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അറിയേണ്ടതാണ്. എന്തായാലും ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് കല്യാണിയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സന്ധ്യ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിന് പിന്നിലെ മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലിലേ വ്യക്തമാകൂ. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുള്ളതായി ബന്ധുക്കൾ പറയുന്നത് കൊണ്ട് തന്നെ മാനസികാരോഗ്യ പരിശോധന അടക്കമുള്ളവ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുകയും ചെയ്യും. മറ്റക്കുഴിയിലുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയെ കൂട്ടിയ ശേഷം ആലുവ വഴി കുറുമശ്ശേരിയിലെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ മൂഴിക്കുളം പാലത്തിൽ വെച്ച് സന്ധ്യ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നു എന്നാണ് കേസ്. പ്രതി സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പഴുതുകൾ അടച്ച അന്വേഷണത്തിൽ മാത്രമേ ഇതിൻ്റെ സത്യം പുറത്തു വരൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സന്ധ്യ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിൻ്റെ നീക്കം. പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സന്ധ്യയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കൊലപാതക കുറ്റം ചുമത്തിയാണ് സന്ധ്യയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിനും പൊതുസമൂഹത്തിനും ഇനി അറിയേണ്ടത്. സ്വന്തം രക്തത്തിൽ ജനിപ്പിച്ച കല്യാണി എന്ന പിഞ്ചു കുഞ്ഞിനെ ഒരു മനസാക്ഷിയുമില്ലാതെ പുഴയിലെറിഞ്ഞ് കൊന്നുകളഞ്ഞതിൽ യാതൊരു കുറ്റബോധമോ സങ്കടമോ ഇല്ലാതെ ഇന്നലെയും സുഖമായി ഉറങ്ങുകയും ഉണരുകയും ചെയ്തു സന്ധ്യ. അങ്ങനെ അത് സന്ധ്യയ്ക്ക് കഴിഞ്ഞുവെന്നത് കേരളത്തെ വീണ്ടും ചിന്തിപ്പിക്കുന്നതാണ്. താൻ ചെയ്ത തെറ്റിൽ ഒട്ടും തന്നെ പശ്ചാത്താപമില്ലെങ്കിൽ അതിനർത്ഥം ഇത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകം തന്നെയാണ് എന്നല്ലേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.